ആരും ചോദിക്കുന്നുണ്ട് പാമ്പ് വരുന്നത്. പാമ്പ് വരും. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ വള്ളിക്കുടലിന് പകരം ക്യാറ്റ്സ് ക്ലോ കുടിലാണുള്ളത്. അതെ, നമ്മളെ തൃശ്ശൂർ വല്ലച്ചിറ തൃശ്ശൂർ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ദീപക് ജോണേൻ്റെ വീടാണ്. അതെ, ആ വീട് തന്നെയാണ്. ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോൾ ചോദിക്കുമ്പോഴും ഞാൻ എൻ്റെ പൊട്ടത്തരങ്ങൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് എന്തിനാ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കാണുന്നൊന്നും പൊട്ടത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ക്യാറ്റ്സ് ക്ലബിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാം. കാരണം 13-14 വർഷമായിട്ട് ഏകദേശം 25 സെൻറ്റ് സ്ഥലം, 3/4 ഏക്കർ സ്ഥലമുള്ള അതിൽ 25 സെൻറ്റ് സ്ഥലവും നമ്മുടെ ക്യാറ്റ്സ് ക്ലബിനായിട്ട് ഒഴിച്ചു വെച്ച ഒരാൾ തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ദീപക് ജോൺ, തൃശ്ശൂർ വല്ലച്ചിറയിൽ നിന്നാണ്. ക്യാറ്റ്സ് ക്ലബിൻ്റെ ഒരു കുറേ ഏരിയ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-25 സെൻറ്റോളം സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ക്യാറ്റ്സ് ക്ലബ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വീട് പോലെയാണ്, അത് അത്ര ഗുണകരമല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം നമുക്കില്ല. പ്ലാനിനെയൊക്കെ സംബന്ധിച്ച് നമ്മളെങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു, ഏത് ലെവൽ വരെ നമുക്കത് വേണം എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഇപ്പോൾ മുന്നേ ഇത് ഇന്ന പോലെ വളർത്തണം, എങ്ങനെയാണോ വളർത്തേണ്ടത് ആ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ അടിച്ച് കൊടുത്ത് അതിനനുസരിച്ച് വളരുക. അതിൻ്റെ ഔട്ടർ ഭാഗത്തേക്ക് കവർ ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പലർക്കും പൂ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പൂ 2 സീസണിലൊക്കെ നമുക്ക് പൂ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രീൻ കാണാനുള്ളൊരു ഭംഗി. ഇടയ്ക്ക് ക്രോപ്പ് ചെയ്യുമ്പോൾ എല്ലാ കാലത്തും നമുക്ക് ചെറിയ ചെറിയ പൂക്കൾ എപ്പോഴും ഉണ്ട്. അടുത്ത ചോദ്യം, പാമ്പ് കയറില്ലേ എന്നുള്ളതാണ്. അതിനുള്ളൊരു പാമ്പിനെ ഇപ്പം എന്താ പറയുക, അത് ഡിപ്പെൻസ് ആണ്. പാമ്പ് കയറുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല ഗാർഡനേഴ്സും പറയേണ്ടത് ഇതുമൊരു പൂച്ചയുടെ നഖം എന്നുള്ള പേരിലാണ് ക്ലോ എന്നുള്ള രീതിയിൽ. അല്ല, പാമ്പ് എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു കുട്ടീനെ പാമ്പ് കടിച്ചത്. ഒന്നും ഇപ്പോൾ ചെടികൾ വളർത്തിയിട്ടൊന്നുമല്ല, അതിനേക്കാൾ ചെടി ഇന്ന് ആ സ്കൂളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാമ്പ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പാമ്പ് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, വണ്ടി അടിച്ച് മരിക്കുന്നത്, ഇടിമിന്നലിൽ മരിക്കുന്നുണ്ട്. ആർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുക, അങ്ങനെ ഒരു വിധി ഉണ്ട്. അതുണ്ടാവും. ഇതെന്താ വെച്ചാല് എന്തിനും ഒരു പേടിയോടെ കണ്ടു അതുണ്ടെങ്കിൽ ഇത് ഉണ്ടാവില്ലേ എന്നുള്ള ചിന്ത വെച്ച് ഇത് വെക്കാതിരിക്കുന്നത് മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കി ഇതേപോലെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എൻ്റെ ഗാർഡൻ്റെ ഉള്ളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോ എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ പറയണേ. ഞാൻ ഒരു 10-15 കൊല്ലമായിട്ട് ഈ പ്ലാന്റ് വളർത്തുന്നതാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഈ പ്ലാന്റ് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും വരാറില്ല. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഷെനിൽ ഭായിയുടെ യൂട്യൂബ് ചാനൽ കാണുക. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. അതാ.